എന്തുകൊണ്ടാണ് ജപ്പാൻ എന്ന ടീം ലോകകപ്പിൽ ഇത്രയും പ്രശസ്തനാകുന്നത്? ജപ്പാൻ ഫുട്ബോൾ ടീം ഇത്ര ഡേഞ്ചറാണ്? നിങ്ങൾ ഒരു യഥാർത്ഥ ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ഈ ടീമിനെ കുറിച്ച് നിങ്ങളും അറിഞ്ഞിരിക്കണം. ലോക ഫുട്ബോളിൽ പല ടീമുകളും പ്രതിഭകളെ ആശ്രയിച്ചാണ് വളരുന്നത്. ചില ടീമുകൾ സൂപ്പർ സ്റ്റാറുകളെ ആശ്രയിച്ചാണ് മുന്നേറുന്നത്. പക്ഷേ ഒരു രാജ്യമുണ്ട്, അവിടെ ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, ഒരു പദ്ധതിയാണ്. ഒരു തലമുറയല്ല, പല തലമുറകളെ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ഒരു വലിയ പദ്ധതി. ആ രാജ്യത്തിന്റെ പേരാണ് ജപ്പാൻ. ഇന്ന് ലോകകപ്പിൽ നെതർലാൻഡ്സ് പോലൊരു യൂറോപ്യൻ ശക്തിക്കെതിരെ പൊരുതിയ ഫലം നേടിയ ജപ്പാനെ കണ്ടപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. പക്ഷെ ജപ്പാനെ വർഷങ്ങളായി നിരീക്ഷിക്കുന്നവർക്ക് അതിലൊരു അത്ഭുതവുമില്ല. കാരണം ഈ കഥ തുടങ്ങുന്നത് ഇന്നല്ല. 1990-കളിൽ ജപ്പാൻ ഈ തീരുമാനമെടുത്തു. ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ രാജ്യങ്ങളുമായി മത്സരിക്കണമെങ്കിൽ ഭാഗ്യത്തെയോ ഒരു മെസ്സിയെയോ ഒരു മറഡോണയെയോ കാത്തിരുന്നാൽ പോരാ. അതിനു പകരം ഒരു സമ്പൂർണ്ണ ഫുട്ബോൾ സംസ്കാരം സൃഷ്ടിക്കണം. അതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും ക്രമവിശുദ്ധിയുള്ള ഫുട്ബോൾ സംവിധാനങ്ങളിൽ ഒന്നായി ജപ്പാൻ മാറിയിട്ടുണ്ട്. ഓരോ സ്കൂളിലും ഓരോ അക്കാദമിയിലും ഓരോ പരിശീലന കേന്ദ്രത്തിലും ഒരേ ലക്ഷ്യം: ടീമിന് വേണ്ടി കളിക്കുന്ന ശാരീരികമായും മാനസികമായും ശക്തരായ താരങ്ങളെ സൃഷ്ടിക്കുക. ജപ്പാൻ ടീമിനെ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് അവരുടെ ശരീരഘടനയല്ല, അവരുടെ ഓട്ടമാണ്. 90 മിനിറ്റ് കഴിഞ്ഞിട്ടും അവർ ഓടിക്കൊണ്ടേയിരിക്കും. എതിരാളി ക്ഷീണിക്കുമ്പോഴും ജപ്പാൻ താരങ്ങൾ അതേ വേഗത്തിൽ പ്രസ് ചെയ്യും. പലരും ചോദിക്കും, ഇവർ എങ്ങനെ ഇത്ര സ്റ്റാമിന? ഉത്തരം വളരെ ലളിതമാണ്. അത് ജന്മസിദ്ധമായ കഴിവല്ല, വർഷങ്ങളായുള്ള പരിശീലനത്തിന്റെ ഒരു ഫലമാണ്. ജപ്പാനിൽ ഫിറ്റ്നസ് ഒരു അധിക ഗുണമല്ല, അടിസ്ഥാന യോഗ്യതയാണ്. ടീമിൽ കളിക്കണമെങ്കിൽ ആദ്യം ഓടാൻ അറിയണം, പിന്നീട് മാത്രമേ ബോൾ കളിക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ. ഒരു കാലത്ത് യൂറോപ്യൻ ടീമുകൾ ജപ്പാനെ കാണുന്നത് ഒരു ഏഷ്യൻ ടീമായി മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിട്ടുണ്ട്. ജപ്പാനെതിരെ കളിക്കുമ്പോൾ വലിയ ടീമുകൾ പോലും സൂക്ഷിക്കുന്നു. കാരണം അവർക്കറിയാം, ജപ്പാനെതിരെ ഒരു നിമിഷം പോലും ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ മത്സരം കൈവിട്ടു പോകുമെന്ന്. ജർമ്മനിയെ തോൽപ്പിച്ചു, സ്പെയിനിനെ ഞെട്ടിച്ചു, ഇപ്പോൾ ലോകകപ്പിൽ വീണ്ടും വലിയ ടീമുകളെ വെല്ലുവിളിക്കും. ഇത് യാദൃശ്ചികമല്ല, വർഷങ്ങളായി പണിതുയർത്തിയ ഒരു സംവിധാനത്തിന്റെ സ്വാഭാവിക ഫലമാണ്. ജപ്പാന്റെ ഏറ്റവും വലിയ ശക്തി ഒരു സൂപ്പർ സ്റ്റാർ അല്ല. ഇന്നൊരു താരമില്ലെങ്കിൽ നാളെ മറ്റൊരാൾ വരും. കാരണം അവരുടെ ശക്തി വ്യക്തികളിലല്ല, സിസ്റ്റത്തിലാണുള്ളത്. യൂറോപ്പിലെ പല ക്ലബ്ബുകളിലും ഇന്ന് ജപ്പാൻ താരങ്ങൾ കളിക്കുന്നു. പക്ഷേ അവർ എവിടെ പോയാലും ഒരേ സ്വഭാവമാണ് കാണിക്കുക: കഠിനാധ്വാനം, അച്ചടക്കം, ടീമിന് വേണ്ടി ത്യാഗം. അതാണ് ജപ്പാൻ ഫുട്ബോളിന്റെ യഥാർത്ഥ മുഖം. ലോക ഫുട്ബോളിൽ പല രാജ്യങ്ങളും ട്രോഫികൾ നേടിയിട്ടുണ്ട്. പക്ഷേ ജപ്പാൻ ലോകത്തെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്: പ്രതിഭ മാത്രം മതിയാകില്ല. ഒരു രാജ്യത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ദീർഘകാല പദ്ധതിയും ക്ഷമയും വേണം. ഇന്ന് ലോകകപ്പിൽ ജപ്പാൻ കളിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കാണുന്നത് 11 താരങ്ങളെ മാത്രമല്ല, 20-30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യത്തിന്റെ ദൂരദർശിയായ ഒരു തീരുമാനത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ജപ്പാനെ വെറും ഒരു ഏഷ്യൻ ടീമായി കാണാൻ ഇനി കഴിയാത്തത്. അവർ ലോക ഫുട്ബോളിന്റെ ഭാവിയെ പ്രതിനിധീകരിക്കുന്ന ഒരു മാതൃകയാണ്. ഇന്ന് അവർ നെതർലാൻഡ്സിനെതിരെ വെല്ലുവിളിക്കുന്നു, നാളെ അവർ ലോകകപ്പിനെയും വെല്ലുവിളിച്ചേക്കാം. കാരണം ജപ്പാന്റെ ഏറ്റവും വലിയ ആയുധം അവരുടെ കാലുകളിലല്ല, ഒരിക്കലും വഴി തെറ്റാത്ത അവരുടെ പദ്ധതിയാണ്. നമുക്ക് കാത്തിരിക്കാം ആരാകും ഈ ലോകകപ്പ് നേടുക എന്നത്. ഈ ലോകകപ്പ് ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ആകട്ടെ. നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണ്? കമന്റ് ബോക്സിൽ അറിയിക്കുക.